ഇന്ന് രാത്രികാലം വീണ്ടും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയൊരു അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഇതിനുള്ള അവസരങ്ങൾ ഒരുക്കിയ പ്രിയ ദേവദാസിനോടും സഭയോടുമുള്ള നന്ദിയെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിച്ചുകൊണ്ട്, ദൈവം എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കിടുവാനായിട്ട് തന്നിട്ടുള്ള ഒരു ദൂത് പെട്ടെന്ന് തന്നെ കൈമാറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന പ്രാരംഭത്തിൽ തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനേക ഓൺലൈൻ മീറ്റിങ്ങുകൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, അനേകം മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, മെസ്സേജുകളുടെ യാതൊരു കുറവും നമുക്കില്ല, എന്നാൽ വൈ ഇറ്റ് ഈസ് റിലവൻറ്റ് ഫോർ അസ് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഈ ദിവസങ്ങളിൽ ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ പ്രസംഗങ്ങൾ കൊണ്ടോ ഈ പ്രാർത്ഥനാ ലൈനുകൾ കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നതിന് അൺലെസ് ഇറ്റ് ഈസ് ഇമ്പാക്റ്റിംഗ് യുവർ ലൈഫ്, അൺലെസ് ഇറ്റ് ഈസ് പേഴ്സണലൈസ്ഡ് ഇൻ യുവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കുവാൻ അല്ലെങ്കിൽ പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്, നമ്മൾ അസുഖമായ ഒരു ഡോക്ടറെ കണ്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. പ്രിസ്ക്രിപ്ഷൻ ഇസ് ഗുഡ് ഇൻഫർമേഷൻ, ഹല്ലേലൂയ. എന്നാൽ ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് അത് നല്ലതാണെന്ന് നമുക്കൊരു കൺവിക്ഷൻ വന്നതനുസരിച്ച് നമ്മൾ ഫാർമസിയിൽ പോയി നമ്മൾ ആ മരുന്ന് വാങ്ങിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, റൈറ്റ്? സോ അതിനുശേഷമായിട്ട് നടക്കുന്ന ഒരു ഫൈനൽ സ്റ്റെപ്പുണ്ട്, അവിടെയാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്, അവിടെയാണ് അത് ശക്തിയായിട്ട് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യമായിട്ട് അതൊരു ഇൻഫർമേഷൻ ആണ്, ഒരു ടെക്സ്റ്റ് മാത്രമാണ്. ആ ടെക്സ്റ്റിൽ നിന്നും അതൊരു കൺവിക്ഷനിലോട്ട് മാറി. ആ കൺവിക്ഷൻ്റെ സമയത്താണ് നിങ്ങൾ അത് വാങ്ങിക്കുവാനായിട്ട് തീരുമാനിച്ചത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ആ കൺവിക്ഷനിൽ നിന്നും ഒരു മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ആ ഒബീഡിയൻസിലോട്ട് വരുമ്പോഴാണ് അത് പവറായി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുവാനിടയായിത്തീരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം കേൾക്കുന്നവരായിട്ടല്ല, ദൈവവചനം കൺവിൻസിങ് ആയിട്ട് വിശ്വസിക്കുന്നവർ മാത്രമായിട്ടല്ല, ദൈവവചനം അനുസരിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ മാറുവാൻ സാധിക്കുമെങ്കിൽ അത് നമ്മളിൽ ദൈവശക്തിയായിട്ട് വ്യാപരിക്കും. അതല്ലെങ്കിൽ മറ്റേ തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ഇൻഫർമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ ആയിട്ടോ ഒരു ബിലീഫ് സിസ്റ്റം ആയിട്ട് മാത്രം അത് അപേക്ഷിക്കുവാനിടയായിത്തീരുമെന്നാൽ ദാവീദിനെ പോലെ നമുക്ക് പറയണമെങ്കിൽ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയണമെങ്കിൽ, ഇഫ് യു ഹാവ് ടു ടേസ്റ്റ് ദാറ്റ് ലോർഡ് ഈസ് ഗുഡ്, യു നീഡ് ടു കം ടു ദ ലെവൽ ഓഫ് ഒബീഡിയൻസ് സോ ദാറ്റ് ദ വേർഡ് വിൽ ബി ട്രാൻസ്ഫോമിങ് യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ ഒരു പവർഫുൾ ആക്കി മാറ്റുവാനായിട്ടിടയായിത്തീരും. അപ്പം ഇന്ന് രാത്രി കാലം നമ്മൾ ഈ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിലൂടെ വരുവാനിടയായിത്തീരണം. ഞാൻ വീണ്ടും പറയട്ടെ, പലവിധമായ പ്രയർ ലൈനുകൾ, അതുപോലെ തന്നെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ഉള്ള ഒരു ദേവദാസിൻ്റെ കീഴിലുള്ള ഒരു സഭയാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ കേൾക്കുന്ന മെസ്സേജുകളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളാണ് നിങ്ങൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൗലോസ് തെസ്സലോനിക്കയിലേക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം പറയാനിടയായിത്തീർന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രസംഗിച്ച വചനം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടത് പൗലോസിൽ നിന്നാണ്, എന്നാൽ നിങ്ങൾ സ്വീകരിച്ചത് ദൈവത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. സീ ദ ഡിഫറൻസ് ഹിയർ, റൈറ്റ്? കേട്ടത് ആരിൽ നിന്നാണ്? പൗലോസിൽ നിന്നാണ്. കേട്ടത് നിങ്ങൾ ഒരുപക്ഷെ പാസ്റ്റർ ഷിബുവിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ എന്നിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ ആരിൽ നിന്നുമായിരിക്കാം. പക്ഷെ അത് കൈക്കൊള്ളേണ്ടത് പാസ്റ്റർ ഷിബുവിൻ്റെ വചനമായിട്ടോ അല്ലെങ്കിൽ പാസ്റ്റർ സിംജന്റെ വചനമായിട്ടോ അല്ലെങ്കിൽ ആരുടെയും വചനമായിട്ടല്ല നിങ്ങൾ കൈക്കൊള്ളേണ്ടത്. നിങ്ങൾ കൈക്കൊള്ളേണ്ടത് ദൈവത്തിൻ്റെ വചനമായിട്ടാണ്. That level, when you believe that and when you are about to obey, the ownership of the word will change in your life. Praise the Lord. കേട്ടത് സിംജനിൽ നിന്നായിരിക്കാം, കേട്ടത് മറ്റ് ആരിൽ നിന്നുമായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾ അത് സ്വീകരിക്കണമെങ്കിൽ, നിങ്ങളത് ഒബീഡിയൻസിൻ്റെ ലെവലിലോട്ട് എടുക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണെന്നുള്ള രീതിയിൽ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്ന് വിചാരിക്കാം, റൈറ്റ്? ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ സ്വീകരിക്കുന്നത് മെയിൽമാനിൽ നിന്നാണ്, റൈറ്റ്? യു ആർ റിസീവിങ് ഫ്രം എ പേഴ്സൺ. പക്ഷേ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ എടുക്കേണ്ട ചില ആക്ഷൻസ് ഉണ്ട്. ഒരു പക്ഷേ ദർ വിൽ ബി സം ഓവർ ഡ്യൂ, ദർ വിൽ ബി സംതിങ് വിച്ച് യു നീഡ് ടു ഡു. അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ മെയിൽമാനോടുള്ള ബഹുമാനം കൊണ്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. വെൻ യു റിസീവ്ഡ് ഇറ്റ്, യു നീഡ് ടു ലിസൺ വെരി കെയർഫുള്ളി. വെൻ യു റിസീവ്ഡ് ഇറ്റ്, യു റിസീവ്ഡ് ഫ്രം ദ മെയിൽമാൻ. എന്നാൽ നിങ്ങൾ അത് അനുസരിക്കുവാൻ തയ്യാറെടുത്തത് അത് ചേസിൽ നിന്നായതുകൊണ്ടാണ്. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, റൈറ്റ്? മെയിൽമാൻ തന്നതുകൊണ്ട് നിങ്ങൾ അനുസരിക്കുകയില്ല. കാരണം ഒരുപാട് മെയിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, പലതും നമ്മൾ എന്ത് ചെയ്യുന്നു? കീറിക്കളയുന്നു. വി ജസ്റ്റ് ഇഗ്നോർ. ബട്ട് ദ മൊമെന്റ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് കംസ് ഫ്രം ചേസ്, വി പേ സം അറ്റൻഷൻ ബിക്കോസ് ഐ നീഡ് ടു ഡു സം ആക്ഷൻ. അതില്ലേ മെയിൽമാനെ പോസ്റ്റിൽ കൊണ്ടുവരുന്ന വ്യക്തിയെ
കുറ്റം പറഞ്ഞിട്ട് അതിൽ ആക്ഷൻ എടുക്കാതിരുന്നാൽ ഓണറുടെ കയ്യിൽ നിന്നും ഇത് അയച്ച വ്യക്തിയുടെ കയ്യിൽ നിന്നും ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. സോ മൊമെന്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ ദോ ദ മെയിൽ വാസ് റിസീവ്ഡ് ഫ്രം എ മിയർ പേഴ്സൺ, എ കോമൺ മാൻ, പക്ഷേ ഇത് അംഗീകരിക്കേണ്ടത്, ഇത് ഏറ്റെടുക്കേണ്ടത്, ഇത് ഒബീഡിയൻസിന്റെ ലെവലിലേക്ക് ഏറ്റെടുക്കേണ്ടത് ദൈവത്തിൽ നിന്നാണെന്ന് ഇന്ന് രാത്രി കാലം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനാണ് പ്രസംഗിച്ചത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിക്കാണി പൗലോസ് എത്ര പ്രസംഗിച്ചു, റൈറ്റ്, വാട്ട് ബിഗ് ഡീൽ. എന്നാൽ ഓരോ പ്രാവശ്യം പൗലോസ് പ്രസംഗിക്കുമ്പോഴും ഓരോ പ്രാവശ്യം പ്രയർ ലൈനിൽ നിങ്ങൾ സന്ദേശം കേൾക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സന്ദേശം നൽകുന്ന വ്യക്തിയിൽ ഒന്നും തന്നെയില്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓണർഷിപ്പുള്ള ദൈവം ആണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഇന്ന് രാത്രി കാലമായിരിക്കുന്നെങ്കിൽ അതൊരു ഒബീഡിയൻസിന്റെ ലെവലിലേക്ക് നമ്മെ നയിക്കാനിടയായിത്തീരും. ആൻഡ് ദാറ്റ് വിൽ ബിക്കം പവർ ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തോടുള്ള പ്രതികരണം ഈ ദിവസങ്ങളിൽ മാറുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ മിയർ ടെക്സ്റ്റ് ആൻഡ് കൺവിക്ഷൻ. ഇറ്റ് വിൽ നോട്ട് ലീഡ് ടു ദി തേർഡ് സ്റ്റെപ്പ് ഓഫ് ഒബീഡിയൻസ്. അത് ഇന്ന് രാത്രി കാലം ഈ വചനം ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള വചനമായി സ്വീകരിക്കുവാനുള്ള ഒരു മനോഭാവത്തോടുകൂടി, ഒരു ഓപ്പൺ മൈൻഡോടുകൂടി, ഒരു തുറന്ന ഹൃദയത്തോടുകൂടി നമ്മൾ ഇന്ന് രാത്രി കാലമായിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. അല്പനിമിഷം നിങ്ങൾ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല സന്ദേശങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ ഈ സന്ദേശം പല ഗ്രൂപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷനിലൂടെ ലോകം തുടർന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോ നമ്മളെ റിമൈൻഡ് ചെയ്യുവാനുള്ള ഒരു വാക്യമായി ഇന്ന് വീണ്ടും എൻ്റെ മനസ്സിലോട്ട് ഇത് ശക്തമായി വന്നതുകൊണ്ട് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 17-ാമത്തെ വാക്യം ഞാനിങ്ങനെ വായിക്കുന്നു. As the time drew near to God, for God to fulfill his promise to Abraham, the number of people in Egypt had greatly increased. അതിന് മലയാളം ആർക്കെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ നന്നായിരിക്കും. ദൈവം അബ്രഹാമിനോട് വായിച്ചോ. അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. ഇതാരുടെ വാക്കാണ്? സ്തെഫാനോസ് എന്ന് പറയുന്ന ശിഷ്യന്റെ, അല്ലെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയ അതുല്യനായ വ്യക്തിപ്രഭാവമായിരുന്ന വ്യക്തിയായിരുന്നു സ്തെഫാനോസ്. ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടി തന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ഗ്രാഹ്യമായ രീതിയിൽ ദൈവവചനം പഠിക്കുകയും ഇസ്രായേലിൻ്റെ ചരിത്രം, ദ എൻറ്റയർ ബൈബിൾ നറേറ്റീവ് വളരെ വസ്തുനിഷ്ഠമായിട്ട് വളരെ അറ്റൻഷൻ ടു ഡീറ്റെയിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അധ്യായമാണ് 7-ാം അധ്യായം. നിങ്ങൾ വീട്ടിൽ പോയി ആ അധ്യായം വളരെ വിശദമായിട്ട് പഠിക്കണം. 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സ്തെഫാനോസ് ചരിത്രം പറഞ്ഞു വന്നിട്ട് പറയുകയാണ്. 17-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ വന്നപ്പോൾ സ്തെഫാനോസ് പറയുന്നു, ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന്റെ സമയം വന്നപ്പോൾ the number of the people in Egypt, മിസ്രൈമിലുള്ള ജനം വർദ്ധിച്ചു വരുവാനായിട്ടിടയായി. അറ്റ് ഔട്ട്സെറ്റ് നമ്മളിത് വായിക്കുമ്പോൾ ഇത് തമ്മിൽ യാതൊരു കണക്ഷനും എനിക്ക് ആദ്യം തോന്നിയില്ല. കർത്താവേ, നീ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, ആ വാഗ്ദത്തത്തിന്റെ സമയം ആയപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. വാട്ട് ബിഗ് ഡീൽ! ഇത് ഞാനുമായിട്ട് എന്താ ബന്ധം എന്നാണ് എൻ്റെ മനസ്സിലോട്ട് ആദ്യമായി വന്ന ചോദ്യം. ഇന്ന് രാത്രികാല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ എന്നിലൂടെ സംസാരിച്ച ചില ചിന്തകൾ ഇന്ന് രാത്രികാലം ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. The title of my message is God the honor of his promise. Praise the Lord. God the honor of his promise. ദൈവം അവൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ ഉടമസ്ഥനാണെന്ന് ആണ് ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സ്തെഫാനോസ് പറയുന്നതായ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം എബ്രഹാമിനോടാണ് വാഗ്ദത്തം ചെയ്തതെങ്കിലും ആരുടെ വാഗ്ദത്തമാണ്? The promise is belonging to God. Praise the Lord. അവിടെ വളരെ വ്യക്തമായി സ്തെഫാനോസ് പറയുകയാണ്, ഈ പ്രോമിസ് കൈമാറിയപ്പോൾ അത് അബ്രഹാമിന്റെ വാഗ്ദത്തമായി മാറിയില്ല. Praise the Lord. It didn't become the promise of Abraham. It was the promise God made to Abraham, but still the ownership of the promise remains with God.
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവം കൈമാറിയ ഒരു പ്രോമിസ്, അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം കൈമാറിയ ഒരു പ്രോമിസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ലാർജർ ബോഡി ഓഫ് ക്രൈസ്റ്റിനോടുള്ള ബന്ധത്തിൽ ദൈവം കൈമാറിയ ഒരു പ്രോമിസ് നമുക്കുള്ളതാണെന്ന് നമുക്ക് തോന്നിയാലും അതിന്റെ ഓണർഷിപ്പ് ഇപ്പോഴും ദൈവം തന്നെ വെച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ സ്തേഫാനോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ പ്രോമിസ് അബ്രഹാമിന് കൊടുത്തതാണെങ്കിലും when the promise was transferred to Abraham, God didn't transfer the ownership. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു പദമാണ്. ദൈവം വാക്തത്വം അബ്രഹാമിനോട് പറഞ്ഞപ്പോഴും അബ്രഹാമിന് കൊടുത്ത വാക്തത്വത്തിന്റെ ഓണർഷിപ്പ് ദൈവം കയ്യിൽ വെച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, there are three important things I just wanted to bring out from this verse. Number one, God owns the content and the intent of the promise. Number one. What is that? ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ഓൺ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, I owns the content and the intent of the promise. എന്താണ് അതിന്റെ അർത്ഥം? ഈ പ്രോമിസിന്റെ കണ്ടന്റ്, ഈ പ്രോമിസിന്റെ ആകത്തുക, ഈ പ്രോമിസിന്റെ ബിഗ് പിക്ചർ, ഈ പ്രോമിസിന്റെ ഉദ്ദേശം, ഈ പ്രോമിസിന്റെ പർപ്പസ് ആരാണ് ഓൺ ചെയ്യുന്നത്? ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും ഈ പ്രോമിസിന്റെ പ്രത്യേകത, അതിൽ വാക്തത്വത്തിന്റെ പെക്യുലാരിറ്റി ഇരിക്കുന്നത് അതിന്റെ പർപ്പസിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈജിപ്തിൽ അടിമേ വാലിയിൽ കഴിയുന്നതായ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ് സ്തേഫാനോസ് ഇവിടെ പറയുന്നത്. എന്താണ് വാക്തത്വം? ദൈവം അബ്രഹാമിനോട് വാക്തത്വം ചെയ്തു, 400 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ജനത്തെ എന്ത് ചെയ്യും? തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതായ, അല്ലെങ്കിൽ അവരവിടെ പ്രവാസകാലം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് അവരെ 430 വർഷം കഴിഞ്ഞ് അവരെ കൊണ്ടുവരും എന്നുള്ളതായ ഒരു പ്രോമിസാണ് ദൈവം അബ്രഹാമിനോട് കൊടുത്തിട്ടുള്ള വാക്തത്വം. അപ്പോൾ ആ വാക്തത്വത്തിന്റെ നിവർത്തീകരണത്തിന്റെ സമയമായപ്പോൾ ദൈവം ഇവിടെ പറയുകയാണ്, ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, when God uttered this promise to Abraham, he didn't give the ownership of the promise. ആ ഓണർഷിപ്പ് ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒന്നാമത്തെ ചിന്ത, the first aspect of that is God owns the intent and the content of the promise. ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ അർത്ഥം? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രോമിസ് തരുമ്പോൾ അതിൻ്റെ ബിഗ് പിക്ചർ മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം അത് പറഞ്ഞത്? വളരെ സുപരിചിതമായ 2-3 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ മകനോട് ഒരു പ്രോമിസ് പറയുകയാണെന്ന് വിചാരിച്ചോളുക. ഞാൻ എൻ്റെ മകനോട് പറയുകയാണ്, അടുത്ത വർഷം ഞാൻ നിനക്ക് ഒരു ഫോൺ വാങ്ങിത്തരാം എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രോമിസിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ മകൻ എന്നോട് പറയുകയാണ്, ഡാഡി ആ പ്രോമിസ് കൊള്ളാം, ആ പ്രോമിസിൻ്റെ ഓണർഷിപ്പ് ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് അവൻ പറയുകയാണെങ്കിൽ അവനെ പോലെ ഭോടനായ, അല്ലെങ്കിൽ മൂഢനായ, അല്ലെങ്കിൽ ഫൂളിഷ് ആയിട്ടുള്ള ഒരു വ്യക്തി വേറെയില്ല. കാരണം അവന് 13 വയസ്സേ ഉള്ളൂ. ഒരു ഐഫോൺ അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കുവാനുള്ളതായ ഒരു ആസ്തി അവനിപ്പോൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്നോട് പറയും, ഡാഡി യു കീപ് ദ ഓണർഷിപ്പ് ഓഫ് ദ പ്രോമിസ്, ലെറ്റ് മീ എൻജോയ് ദ എക്സൈറ്റ്മെന്റ് ഓഫ് ദ പ്രോമിസ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് അവൻ എന്നോട് പറയുക, ഡാഡി തന്നെ ഓണർഷിപ്പ് എടുത്തോണം, പക്ഷേ അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഞാൻ എന്ത് ചെയ്തോളാം? എൻജോയ് ചെയ്തോളാം. എന്താണ് അവൻ്റെ എക്സൈറ്റ്മെന്റ്? ഇന്നു മുതൽ 365 ദിവസവും എവറി ഡേ ഹി വിൽ കൗണ്ട് ദ ഹോപ്പ് ഓഫ് ദ പ്രോമിസ്. ഹോപ്പ് ഓഫ് ദ പ്രോമിസ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പ്രോമിസിന് ഒരു പ്രത്യാശയുണ്ട്. ഈ പ്രോമിസിന് എന്തുണ്ട്? ഒരു പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? എൻ്റെ ഡാഡി ഇനി 364 ദിവസം കഴിഞ്ഞാൽ എനിക്കൊരു ഫോൺ വാങ്ങിത്തരും എന്നുള്ള പ്രോമിസിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യാശ. ഈ 300 ദിവസം കഴിഞ്ഞ് ഇനി 65 ദിവസമുള്ളെങ്കിൽ അവൻ്റെ മനസ്സിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഡാഡി ഇനി 64 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഡാഡി എനിക്ക് എന്തോ ചെയ്തു വരും? എനിക്കൊരു ഫോൺ വാങ്ങിത്തരും. പക്ഷേ still the owner of the promise is me. The moment I decide, hallelujah, let me tell you this. The moment I decide to transfer the ownership of the promise, my son will be in trouble.
എന്ന് ഞാൻ എൻ്റെ ഈ പ്രോമിസിൻ്റെ ഓണർഷിപ്പ് എൻ്റെ മകന് കൈമാറാൻ തീരുമാനിച്ചോ, അന്ന് അവൻ പ്രോബ്ലത്തിലാകും. ബിക്കോസ് ഹി വിൽ ബി ട്രബിൾ, ഹി വിൽ ബി ഡിസ്റ്റർബ്ഡ്, ഹി വിൽ നോട്ട് ബി ഏബിൾ ടു അക്കംപ്ലിഷ് ദിസ് പ്രോമിസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ആത്മാവിലൊരു ദൂത് ഞാൻ ഇന്ന് രാവിലെ രാത്രികാലം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രോമിസുകളുടെ ഉത്തരവാദിത്തം അവൻ നമ്മെ ഏൽപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുന്നു. ഹി സ്റ്റിൽ ഓൺസ് ദ പ്രോമിസ് ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ, നമ്മുടെ കുടുംബത്തോട് ചെയ്ത വാഗ്ദത്തങ്ങൾ, നമ്മുടെ സഭയോട് ചെയ്ത വാഗ്ദത്തങ്ങൾ, നമ്മുടെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ലാർജർ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ അവനത് ഓൺ ചെയ്യുന്നു എന്ന് രാത്രികാലം നമുക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. ഈ ഫിറ്റ് ട്രാൻസ്ഫർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്ത പല പ്രോമിസുകളുടെയും ഓണർഷിപ്പ് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. പക്ഷേ ദൈവം അത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദ കണ്ടന്റ് ആൻഡ് ദ പർപ്പസ് ആൻഡ് ദ ഇന്റന്റ് ഈസ് ഓൺഡ് ബൈ ഗാഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഫോൺ ലഭിക്കുന്നതിൻ്റെ തലേ ദിവസം ഹി വിൽ നോട്ട് ബി ഏബിൾ ടു സ്ലീപ്പ്, മൈ സൺ വിൽ നോട്ട് ബി ഏബിൾ ടു സ്ലീപ്പ്. എന്തെന്നറിയാമോ? ആ പ്രത്യാശ വളർന്ന് വളർന്ന് വരികയാണ്. ആ പ്രത്യാശ വളർന്നു വളർന്ന് വളർന്നു വരികയാണ്. അതാണ് 1 പത്രോസിൽ പറയുന്നല്ലോ 1-ാം അധ്യായത്തിൽ, ഇതെന്താണ്? ജീവനുള്ള ഒരു പ്രത്യാശയാണ്. ഇറ്റ്സ് ഗ്രോയിങ് എവറി ഡേ. Because the hope is the one which is driving you, even though the ownership is with me. ആ ദിവസം ആ ഫോൺ തനിക്ക് ലഭിക്കുമ്പോൾ എൻ്റെ മകൻ്റെ ഹൃദയത്തിൽ ഒരു കൃതാർത്ഥത, ഒരു കൃതജ്ഞത. ഡാഡി, താങ്ക് യു, ബിക്കോസ് യു ഓൺ ദ പ്രോമിസ്. യു ഡിഡ്ന്റ് ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കർത്താവേ, ഈ ഓണർഷിപ്പ് എനിക്ക് വേണ്ട കർത്താവേ, അതെനിക്കൊരു ബേർഡനായി മാറും. എനിക്കതിൻ്റെ ഹോപ്പ് മാത്രം മതി, ആ പ്രോമിസിൻ്റെ പ്രത്യാശ മാത്രം എനിക്ക് മതി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രോമിസുകളുണ്ട്. ഈ ലോകപരമായിട്ടുള്ള രീതിയിൽ അനേക പ്രോമിസുകളുണ്ട്. അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ രോഗസൗഖ്യമായിരിക്കാം, ഒരുപക്ഷെ ദൈവം മിനിസ്ട്രിയിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, ഇതൊക്കെയാണ്. എന്നാൽ ഈ എല്ലാ പ്രോമിസുകളുടെയും മീതെ ഒരു പ്രോമിസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവൻ നമുക്ക് വേണ്ടി വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമുക്കുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോമിസ്. ആ പ്രോമിസ് കർത്താവ് തന്നിട്ട് അതിൻ്റെ ഓണർഷിപ്പ് ആർക്ക് കൊടുത്തിരിക്കുകയാണ്? പിതാവായ ദൈവത്തിന് ആ ഓണർഷിപ്പ് കൊടുത്തിരിക്കുകയാണ്. പുത്രന് പോലും സമയം അറിയത്തില്ല. പിതാവ് ഓൺ ചെയ്യുന്ന ആ അൾട്ടിമേറ്റ് വാഗ്ദത്തം നിവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഡേഞ്ചർ ഉണ്ട്. എന്താണെന്നറിയാമോ? 2 പത്രോസ് 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, പത്രോസ് പറയുന്നല്ലോ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എവിടുന്നായി ചിലർ വരുവാനിടയായി തീർന്നത്? ചിലർ, സം ഫ്യൂ, ഒരു ഡേഞ്ചറസ് ഗ്രൂപ്പാ. അത് നമ്മുടെ ഇടയിൽ ഇപ്പോഴുണ്ട്. കർത്താവൊന്നും വരികയില്ലെന്നേ. കാരണം നമ്മുടെ ചിന്താഗതി ആ പ്രോമിസിൻ്റെ ഓണർ നമ്മളല്ലാത്തത് കൊണ്ട് ഇതൊന്നും നടക്കത്തില്ലെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലോട്ട് വരട്ടെ. ഇഫ് മൈ സൺ ഇസ് തിങ്കിങ് ദാറ്റ് ഇഫ് ഐ ആം നോട്ട് ദ ഓണർ, ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ഫോൺ എന്ന് ചിന്തിച്ചാൽ അവനെ പോലെ മടയൻ ആരുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, പത്രോസ് പറഞ്ഞു, ചിലർ താമസിക്കുമെന്ന് വിചാരിക്കുന്നത് പോലെ ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അവൻ വരും. കാരണം God is the owner of the promise. ഹല്ലേലൂയ. ഇനി നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന താൽക്കാലികമായ പ്രോമിസുകൾക്ക് പിന്നിലും ഒരു പർപ്പസ് ഉണ്ട്. അതിൻ്റെയും ഓണർഷിപ്പ് ദൈവത്തിനാണ്. പെട്ടെന്ന് ഒരു കാര്യം പറയാം. ഹന്ന പ്രാർത്ഥിച്ചു, അല്ലേ? പ്രാർത്ഥിച്ചു. ദൈവം ഹന്നായ്ക്ക് വേണ്ടി ഒരു ശമൂവേലിനെ കൊടുത്തു. പക്ഷെ ശമൂവേലിനെ കൊടുക്കുവാനുള്ളൊരു പ്രോമിസ് ദൈവം ഇട്ടപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ ശമൂവേലിനെ ഈ ഹന്ന എനിക്ക് തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഓഹ്, when God was looking for a prophet, Hannah was praying for a son. Did you notice that? ദൈവം ഒരു പ്രവാചകനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട സഹോദരി ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. When the interest of heaven meet the need of a prayerful woman, that is where miracle happens. Hallelujah. ദൈവം ആ പ്രോമിസിന്റെ ഇന്റന്റ് ആര് ഓൺ ചെയ്തു? ദൈവം ഓൺ ചെയ്തു. ഹനാ, ഞാൻ നിനക്കൊരു മകനെ തരും, പക്ഷെ നീ എനിക്ക് തിരിച്ചു തരണം. എന്തിനു വേണ്ടി? എനിക്ക് ഈ നൂറ്റാണ്ടിൽ നിൽക്കുവാനായിട്ടൊരു പ്രവാചകനുണ്ട്, ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓഹ്, നമ്മളായിരുന്നെങ്കിൽ എൻ്റെ ചെയ്യുമായിരുന്നു, കർത്താവേ എനിക്ക് തന്ന പൈതലിനായ സ്തോത്രം, ഞാൻ അവനെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കി മാറ്റി ആ പ്രോമിസിന്റെ എൻജോയ്മെന്റും പർപ്പസും ഇന്റന്റും നമ്മുടേതാക്കി മാറ്റുവാനുള്ള ഒരു സ്വാർത്ഥ ശ്രമം നമ്മൾ ചെയ്യുമായിരുന്നു.
But Hannah didn't do that. From childlessness to childlessness. അല്ലേ? അവളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞ് 1 വർഷം ആകുമ്പോഴേക്കും അവൾ ആ കുഞ്ഞിനെ കർത്താവിന് വേണ്ടി കൊടുക്കാനിടയായിത്തീർന്നു. ദ പർപ്പസിനെ ബലികഴിക്കുവാൻ അവൾ തീരുമാനിച്ചു. അസ്വാർത്ഥമായ തൻ്റെ തീരുമാനത്തെ അല്ലെങ്കിൽ ആ ആഗ്രഹത്തെ ബലികഴിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, യു വോണ്ട് ദ പ്രോമിസ്, യു വോണ്ട് ദ കണ്ടന്റ്, യു വോണ്ട് ദ ഇന്റന്റ് ലോർഡ്, യു ടേക്ക് ഹിം ഫോർ യുവർ ഗ്ലോറി. വാ, ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. God is the owner of the promise. Number 1, God owns the intent and the purpose. Number 2, God owns the timing. Praise the Lord. ദൈവം എന്ത് ചെയ്യുന്നു? Not only the purpose and the intent, God owns the timing. ഇവിടെയാണ് പെട്ടെന്ന് 1-2 ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇവിടെ സ്തെഫാനോസ് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. വാഗ്ദത്തത്തിന്റെ സമയമായപ്പോൾ, ആർക്ക് സമയമായപ്പോൾ? ദൈവത്തിന് സമയമായപ്പോൾ. ഈ പ്രോമിസിന്റെ ബെനിഫിഷ്യറി ആരാ? ഈ പ്രോമിസിന്റെ ബെനിഫിഷ്യറി ആയിട്ട് കിടക്കുന്നത് ഇപ്പോഴും ഇസ്രായേലാ. ഇസ്രായേലിന് സമയം വന്നോ? ഒന്നും വന്നിട്ടില്ല. പിന്നെ സമയം വന്നു എന്ന് സ്തെഫാനോസ് പറയുന്ന ആർക്കാ? ദൈവത്തിനെ. നിങ്ങൾ ഇതിന് ആഴമൊന്ന് മനസ്സിലാക്കണം. ഈ ബെനിഫിഷ്യറി ആയിരിക്കുന്ന ഇസ്രായേൽ ഇപ്പോഴും അടിമത്തത്തിൽ കിടക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ്. മോശ ജനിച്ചിട്ട് പോലുമില്ല. അതിനു മുമ്പ് ദൈവം ഇതിനു വേണ്ടി പ്രവർത്തിപ്പാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. The timing of the promise is owned by God. 100 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് സമയമായി. ഞാൻ സാധാരണ പറയാറുള്ളൊരു ഉദാഹരണം വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. നാളെ നിങ്ങൾക്ക് 5 മണിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഫ്ലൈറ്റ് ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റൈറ്റ് ടൈം ഉണ്ട്, ബോഡി എന്നവർക്ക് ഇല്ലേ? What is the right time? 3:45. I'm just telling an example. 3:45 is the right time. പക്ഷേ ആ ഫ്ലൈറ്റിൻ്റെ ക്രൂ, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് റൈറ്റ് ടൈം ഉണ്ട്. അവരുടെ റൈറ്റ് ടൈം ഇസ് നോട്ട് 3:45, ഇറ്റ് ഈസ് 3 o'clock. ആ ഫ്ലൈറ്റ് സർട്ടിഫൈ ചെയ്യേണ്ട ഒരു എഞ്ചിനീയർ ഉണ്ട്. ആ സർട്ടിഫൈ ചെയ്യേണ്ട എഞ്ചിനീയറുടെ റൈറ്റ് ടൈം എത്ര എന്നറിയാമോ? 2:45. ആ ഫ്ലൈറ്റിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർ ഗ്രീൻ സിഗ്നൽ കൊടുക്കേണ്ട അവർക്കൊരു റൈറ്റ് ടൈം ഉണ്ട്. ഇറ്റ് കുഡ് ബി 2 o'clock. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ് ടു ദ റോൾ വിച്ച് യു ആർ പ്ലേയിങ്. ഈ ഫ്ലൈറ്റ് 5 മണിക്ക് പൊങ്ങുവാൻ പലരും പല റോളുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ചിരിക്കും അവരുടെ റൈറ്റ് ടൈം. എൻ്റെ റൈറ്റ് ടൈം അനുസരിച്ച് എഞ്ചിനീയർ വന്നാൽ ഫ്ലൈറ്റ് 5 മണിക്ക് പൊങ്ങത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് 100 വർഷം കഴിഞ്ഞാ, പക്ഷെ എൻ്റെ റൈറ്റ് ടൈം നൗ. എനിക്ക് ഇപ്പോഴേ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. Now I need to start working towards the promise which God has given to Abraham. That is called ownership. നമ്മൾ ഒരുപക്ഷെ 2 മണിക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. നമ്മളോട് ചോദിക്കും, ഫ്ലൈറ്റ് ഇല്ലേ? ഉണ്ട്. വാട്ട് ഇസ് ദ റൈറ്റ് ടൈം ഫോർ യു? 3:30. ഇപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുക. പക്ഷേ ഈ ഫ്ലൈറ്റ് 5 മണിക്ക് പുറപ്പെടേണ്ട സമയത്ത് റൈറ്റ് ടൈം 2 മണിക്ക് വന്ന ഒരു കൂട്ടർ അതർ സൈഡ് ഓഫ് ദ പ്രോമിസ്, പ്രൈസ് ദി ലോർഡ്, വാഗ്ദത്തത്തിന്റെ അതർ സൈഡിൽ അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. വി ആർ നോട്ട് ഈവൻ നോയിങ് ദാറ്റ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ കാണുന്ന അത്ഭുതം അവസാനത്തെ കണ്ണിയാണ്. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ്. The miracle which we are seeing with our visible eyes is the last part of the promise. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ദൈവം അവസാന നിമിഷത്തിൽ ആ അത്ഭുതം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ്. 10 ബാധകളുടെ സമയത്താണ് ദൈവം എഴുന്നേറ്റ് വന്നെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നോ 100 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. നമ്മൾ ഈ അവസാനം കാണുന്ന ബാധയും ചെങ്കടൽ വഴിമാറിയതും ഒക്കെ അതിൻ്റെ അവസാനത്തെ ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വഴി, ഒരു ടൈം ആര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തു? നമ്മുടെ ബിഹാഫിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രോമിസിന്റെ ബെനിഫിഷ്യറി ജനിക്കുന്നതിന് മുൻപ്, ഇതിന് ലീഡ് ചെയ്യേണ്ട മോശ ജനിക്കുന്നതിന് മുമ്പ് ദൈവം പ്രവർത്തിപ്പാനായിട്ട് തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ,
ദൈവം യെരമ്യാവിനോട് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകേണ്ട സമയം എൻ്റെ മുമ്പിൽ കഴിയാറായി. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, യെരമ്യാവേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യെരമ്യാവ് പറഞ്ഞു, കർത്താവ്, ഞാനൊരു ബാലനല്ലോ. ദൈവം യെരമ്യാവിനോട് പറഞ്ഞു, നോ 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 നോ, നിന്റെ വിളിയും നിന്റെ വയസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡോണ്ട് ട്രൈ ടു correlate a linear progression between, linear relationship between your age and your calling. No. നിന്റെ കോളിങ്ങിനെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിന്നെ കണ്ടെത്തി. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് യെരമ്യാവിനോട് ദൈവം പറയുവാനിടയായിത്തീരുന്നു. യുവർ കോളിംഗ് ഈസ് മച്ച് മോർ ഡീപ്പർ ദാൻ യു തിങ്ക്. പ്രോമിസിന്റെ അവസാന കണ്ണിയിൽ കാണുന്ന അത്ഭുതം കണ്ട്, അതാണ് എല്ലാത്തിൻ്റെയും സമാപ്തി, ദാറ്റ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് കംപ്ലീറ്റ്, അതിൻ്റെ എൻറ്റിറ്റി എന്ന് വിശ്വസിക്കുന്നത് മൂഢത്തരമാണ്. അതിൻ്റെ 1% മാത്രമേ ഉള്ളൂ. അതിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ അറിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൈറ്റിൻ്റെ ഉദാഹരണം പോലെ, എഞ്ചിനീയേഴ്സും ക്രൂവും പൈലറ്റും IT ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ റൈറ്റ് ടൈമിൽ ഫ്ലൈറ്റ് പറക്കുവാനിടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, മോശയുടെ ജനനം, അവനെ ഒളിപ്പിച്ചു വെക്കുന്നത്, ഫറവോന്റെ പുത്രി വരുന്നത്, എത്രയെല്ലാം അസാമാന്യമായിട്ടുള്ള വളരെ 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 കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതായ ഒരു പസിലാണ് ദൈവം യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഹി ഓൺസ് ദ പ്രോമിസ്. നോട്ട് ഓൺലി ഹി ഓൺസ് ദ കണ്ടന്റ്, നോട്ട് ഓൺലി ഹി ഓൺസ് ദ കണ്ടന്റ് ആൻഡ് ദ ഇന്റന്റ്, ഹി ഓൺസ് ദ ടൈമിംഗ് ഓഫ് ദ പ്രോമിസ്. അതുകൊണ്ട് ഇവിടെ സ്തേഫാനോസ് റെഫർ ചെയ്യുന്ന ക്ലോക്ക് നമ്മുടെ ക്ലോക്കല്ല. ദൈവത്തിൻ്റെ ക്ലോക്കിൽ റൈറ്റ് ടൈം ആയപ്പോൾ നമ്മൾ ജനിച്ചിട്ട് പോലുമില്ല, ദൈവത്തിന് റൈറ്റ് ടൈമായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, സ്തേഫാനോസ് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, അത് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത സ്ഥലമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ദൈവം ഒരു അത്ഭുതമായി നിങ്ങൾക്ക് തന്നു എന്നാണ്. നോ. There is a history behind it. നിങ്ങൾ ഈ ഡ്രാമയുടെ അവസാനത്തെ സീൻ കണ്ട് കൈയടിക്കാൻ വരട്ടെ. ഇത് 100ാമത്തെ സീനാ. 99 സീനിൽ എന്ത് നടന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അറിയത്തില്ല. അതറിയാവുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, the director of the drama. He is the owner of the promise. സ്തേഫാനോസ് പറയുകയാണ്, വാഗ്ദത്തത്തിന്റെ സമയമായപ്പോൾ. പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. 3ാമത്തെ ചിന്ത, he owns the content and the intent. Number 2, he owns the timing of the promise. And number 3, he owns the path to the fulfillment of the promise. ആ പ്രോമിസിന്റെ ഫുൾഫിൽമെന്റിലേക്കുള്ള പാത്തിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് ആരാ ഓൺ ചെയ്യുന്നത്? ദൈവമാണ് ഓൺ ചെയ്യുന്നത്. യോസേഫിന് 17ാമത്തെ വയസ്സിൽ ഒരു വാഗ്ദത്തം ലഭിച്ചു. പക്ഷെ അതിന്റെ ഇന്റന്റും പർപ്പസ് ഒന്നും യോസേഫിന് മനസ്സിലായില്ല. യോസഫ് വിചാരിച്ചു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷമായി നടന്ന സംഭവങ്ങളൊന്നും തന്നെ ഒരു ലീനിയർ ഗ്രാഫിൽ വരയ്ക്കുവാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു ദിവസം മന്ത്രിയാകുമെന്ന് യോസഫിനോട് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്തോ ആകണം, അറ്റ്ലീസ്റ്റ് ഒരു സെനറ്റ് മെമ്പറോ ആ രീതിയിലുള്ളതായ ഒരു പാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ദ വേൾഡ് ക്യാൻ ഗീവ്, ദ മാത്തമാറ്റിക്കൽ മോഡൽസ് ക്യാൻ ഡിഫൈൻ യു ആൻഡ് ഗീവ് യു സം പാത്ത്. പക്ഷെ ദൈവത്തിൻ്റെ മോഡൽ അതൊന്നുമല്ല. നേരെ നീ പൊട്ടക്കുഴിയിലോട്ടാണ് പോകുന്നത്, പൊത്തിഫറിന്റെ ഭവനത്തിലോട്ട്, പിന്നെ ജയിലിലോട്ട്. ഒരു ദിവസം യോസേഫ് ഒരു സ്വപ്നം കണ്ടു. യോസേഫ് വിചാരിച്ചു ഇതായിരിക്കും ദൈവത്തിൻ്റെ പാത്ത്. താൻ വ്യാഖ്യാനിച്ചു കൊടുത്ത 2 സ്വപ്നവും എന്ത് ചെയ്തു? 2 സ്വപ്നവും അതുപോലെ നിവൃത്തീകരിക്കപ്പെട്ടു. പക്ഷെ യോസേഫിന്റെ സ്വപ്നത്തിൽ ഒന്നും സംഭവിച്ചില്ല. അന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ദൈവത്തോട് യോസഫ് ചോദിച്ചു, ദൈവമേ, ഞാൻ ഇന്ന് വ്യാഖ്യാനിച്ചു കൊടുത്ത 2 പേരുടെ സ്വപ്നം ശരിയായല്ലോ. വാട്ട് ഹാപ്പൻ ടു മൈ ഡ്രീം? എൻ്റെ പ്രോമിസിന് എന്ത് സംഭവിച്ചു? ദൈവം പറഞ്ഞു, ഐ ഓൺ ദ പാത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ 17ാമത്തെ വയസ്സിൽ ഈ പ്രോമിസിൻ്റെ ഹോപ്പ് കൊടുത്തപ്പോൾ അതിൻ്റെ പാത്തും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ യോസഫ് എന്തോ പറയുമായിരുന്നു? യോസഫ് പറയുമായിരുന്നു, നോ 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 ലോർഡ്, യു ഫൈൻഡ് സംബഡി എൽസ്. എനിക്ക് ഈ പ്രോമിസ് വേണ്ട. ഈ പ്രോമിസിൻ്റെ ഹോപ്പ് കൊള്ളാം, പക്ഷെ പാത്ത് ഇറ്റ്സ് നോട്ട് ഗുഡ്. പക്ഷെ കാണിച്ചു കൊടുക്കാത്ത ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹി വിൽ ബി റിവീലിംഗ് ദാറ്റ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഇറ്റ് വിൽ ബി റിവീൽ ടു യു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ ആദ്യമായിട്ട് സംഭവിച്ച കാര്യം എന്താ? ഓർത്തപ്പോൾ
യോസേഫിന് അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിലുണ്ടായി. എൻറ്റയർലി കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായി. ജനം മിസ്രൈമിൽ വർദ്ധിച്ചു വരിക. ഇതും പ്രോമിസ് ഫുൾഫിൽമെന്റുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. യു വിൽ നോട്ട് ബി സീയിങ് എനി പ്രോഗ്രഷൻ. നിങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇസ്രായേൽ മക്കളോട് യോശുവ പറഞ്ഞു, നിങ്ങൾ എരിഹോവിന് ചുറ്റും എത്ര പ്രാവശ്യം ചുറ്റണം? 6 ദിവസം, ഓരോ ദിവസവും ഓരോ പ്രാവശ്യം. 7-ാം ദിവസം എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. അപ്പോൾ 13 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എരിഹോ മതിലിന് ചുറ്റി നടക്കണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഓരോ പ്രാവശ്യം ചുറ്റി നടന്നപ്പോഴും ഇവരൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കണ്ടുവന്ന്? നോ നോ നോ, നത്തിങ് ഹാപ്പൻ ടു ദ വാൾ. പ്രോഗ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് കാണുകയായിരുന്നെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുമായിരുന്നു. 13ാമത്തെ റൗണ്ട് വരെ ഒന്നും സംഭവിച്ചില്ല. He owns the path. Who knows? 11 റൗണ്ട് നമ്പർ 11-ഉം റൗണ്ട് നമ്പർ 12-ഉം തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ കർത്താവേ, ഒരു വ്യത്യാസവും ഇല്ല. നോട്ട് ഈവൻ വൺ സിംഗിൾ ഡിഫറൻസ്, ഒരു ഡിഫറൻസും ഇല്ല. റൗണ്ട് നമ്പർ 10-ഉം റൗണ്ട് നമ്പർ 11-ഉം റൗണ്ട് നമ്പർ 12-ഉം റൗണ്ട് നമ്പർ 13-ഉം ഒരുപോലെ ഇരിക്കുന്നു. God is telling Joshua, I owns the path. 13 കഴിഞ്ഞപ്പോൾ when the time came, ആ സമയം അവിടെ എന്ന് പറയുന്ന ആരുടെ സമയം എന്നറിയാമോ? ദൈവത്തിൻ്റെ സമയമല്ല, ബെനിഫിഷ്യറിയുടെ ടൈം ആയപ്പോൾ. നമ്മുടെ ക്ലോക്കിൽ ആ വാഗ്ദത്ത നിവൃത്തിയുടെ സമയമായപ്പോൾ മതിൽ വീണു. ദാറ്റ് ഈസ് ദ വിസിബിൾ മിറാക്കിൾ. അതാ വലിയ ഡ്രാമയുടെ അവസാനത്തെ കണ്ണി മാത്രമാണ്. ഇസ്രായേൽ മക്കളുടെ എക്സൈറ്റ്മെന്റ്, എരിഹോ മതിൽ വീണു. ദാറ്റ് ദ മിറാക്കിൾ ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ്. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ്. നമ്മൾ ഇന്ന് കാണുന്ന, നമ്മുടെ വിസിബിളായി കാണുന്ന മിറാക്കിൾസ് ഒന്നും അതിൽ തന്നെ കംപ്ലീറ്റ് അല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അതിൽ നിന്ന് മാറ്റിയാൽ, ഇഫ് യു റിമൂവ് ഗോഡ് ഫ്രം ദ ഇക്വേഷൻ, ഇറ്റ് ഈസ് ജസ്റ്റ് an emotional excitement for you. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, 9 പേർക്ക് അതൊരു എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ ഒരു വ്യക്തിക്ക് മാത്രം അത് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. Praise the Lord. Hallelujah. ഒരു വ്യക്തിക്ക് മാത്രം രക്ഷയ്ക്ക് കാരണമായി തീർന്നു. Because he tried to understand the miracle with the honor. മിറക്കിളിന്റെ ഓണറെ മാറ്റിക്കൊണ്ട് മിറക്കിൾ മാത്രം അനുഭവിക്കുവാനാണ് നമുക്ക് താല്പര്യം. ദൈവത്തിന് അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ യു വിൽ മിസ് ദ ഡേ. യെരമ്യാവിനോട് ദൈവം പറയുന്നുണ്ടല്ലോ, അല്ലേ, നിന്നെക്കുറിച്ചുള്ളതായ എൻ്റെ പ്ലാന്, ഐ നോ ദ പ്ലാൻസ് ഫോർ യു. അത് നിന്നെ ഹാം ചെയ്യാനുള്ള പ്ലാനുകളൊന്നുമല്ല. ആണോ? അല്ല. എന്നിട്ട് അടുത്ത വാചകം പറയുന്നത് എന്തെന്നറിയാമോ? പ്ലാനും പ്രോമിസും എല്ലാം കൊള്ളാം, പക്ഷേ യു ഷുഡ് നോട്ട് ഗോ ആഫ്റ്റർ ദ പ്ലാൻ, യു ഷുഡ് സീക്ക് മീ. പ്രൈസ് ദ ലോർഡ്. നീ എന്ത് ചെയ്യണം? നീ എന്നെ അന്വേഷിക്കണം. യു നീഡ് ടു സീക്ക് മീ, നോട്ട് ദ പ്ലാൻസ്. ഐ ഓൺ ദ പ്ലാൻസ്. നിന്റെ പ്ലാൻ ഓൺ ചെയ്യുന്ന എന്നെ നീ സീക്ക് ചെയ്യണം. സീക്ക് മീ, യു വിൽ ഫൈൻഡ് മീ. പിന്നീട് ഒരു 3-4 പ്രാവശ്യം ദൈവം പറയുകയാണ്, എന്നെയാണ് നീ എന്ത് ചെയ്യേണ്ടത്? നോക്കണ്ടത്. യു നീഡ് ടു സീക്ക് മീ. പ്രൈസ് ദ ലോർഡ്. നമ്മളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആ രോഗം എങ്ങനെ മാറാകുമെന്നുള്ള ഒരു ഇന്റർനെറ്റിന്റെ പ്രിന്റ് ഔട്ട് അല്ല നമുക്ക് ആവശ്യം. വി നീഡ് എ ഡോക്ടർ. വി നീഡ് എ ഡോക്ടർ. വെൻ വി ആർ ഇൻ ട്രബിൾ, ആ സാഹചര്യം വരുമ്പോൾ എങ്ങനെ നിയമപ്രകാരം അതിനെ നേരിടാമെന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ല നമുക്ക് വേണ്ട. വി നീഡ് എ ലോയർ. വെൻ യു ആർ ഇൻ ദ റെസ്റ്റോറന്റ് ലുക്കിംഗ് അറ്റ് ദ മെനു, വി നീഡ് എ ചെഫ്. വി നീഡ് ദ പേഴ്സൺ ബിഹൈൻഡ് ദ മിറാക്കിൾ. ഹല്ലേലൂയ. We need the person behind the promise. ഇന്ന് രാത്രികാലം ഈ വാഗ്ദത്തത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് തുടരാം. അതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ളത്. He will own the promise. He will own the plan. But let us seek him earnestly. അവന് വേണ്ടി നമുക്കൊന്ന് ദാഹിക്കാം. Praise the Lord. It's all about him. It's all about God. സെഫനോസ് പറയുകയാണ്, ഇതിൽ നിങ്ങൾ ഒരു പിക്ചറുമല്ല, ദൈവം അബ്രഹാമിനോട് ചെയ്ത അവന്റെ വാഗ്ദത്തം. He still owns the promise. He still owns the promise. ആ വാഗ്ദത്ത നിവർത്തിക്ക് സമയമായപ്പോൾ ദൈവം പ്രവർത്തിപ്പാനിടയായി തീർന്നു. The other side of the promise. The other side of the promise.
ഞാൻ ഇതിൻ്റെ മറുഭാഗം ഒന്ന് ടച്ച് ചെയ്തിട്ട് നിർത്തിക്കോളാം. ഈ അതർ സൈഡ് ഓഫ് ദ പ്രോമിസിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ദർ വർ ലോട്ട് ഓഫ് പ്ലേയേഴ്സ് ഓൺ ദ അതർ സൈഡ്. എനിക്ക് ഇന്ന് രാത്രിക്കാലം നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ക്യാൻ യു പ്ലേ ദ റോൾ ഓഫ് സംബഡി so that this promise will be fulfilled in their life? ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ശിമിയോൻ യേശുവിനെ കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവേ നിന്റെ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി ഞാൻ കണ്ടു. പക്ഷെ ശിമിയോനോട് എനിക്ക് പറയാനുള്ളത്, ഓൺ ദ അതർ സൈഡ് ഓഫ് ദ പ്രോമിസ് ദർ വാസ് എ മേരി. നിന്നയും പരിഹാസവും സഹിച്ച ഒരു മറിയ ഉണ്ടായിരുന്നു, ഒരു യോസെഫ് ഉണ്ടായിരുന്നു. സൈലൻ്റായിട്ട് നിന്ന് സഹിച്ച് ഈ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി പ്രവർത്തിച്ച അനേക പ്രോമിസുകൾക്ക് വേണ്ടി there were a lot of players. അതിലൊരാളായി മാറുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം ഈ പാത്തിൻ്റെ ഭാഗമാക്കി നമ്മളെ മാറ്റും. Praise the Lord. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Can we read Esther 6:1? അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. അങ്ങനെയല്ലേ അത് വായിക്കുന്നത്, അല്ലേ? അന്ന് രാത്രി, that night king could not sleep. ഏത് രാത്രി? വാഗ്ദത്ത നിവൃത്തിയുടെ സമയം ദൈവത്തിനായപ്പോൾ. ദൈവത്തിന് അതിനു മുമ്പേ ആയിട്ടുണ്ട്, പക്ഷേ ഈ പ്രോമിസിൻ്റെ സമയം ബെനിഫിഷ്യറിയോട് അടുത്തടുത്ത് വരുമ്പോൾ ഒരു രാത്രി, ദാറ്റ് ഇസ് ദ ടേണിംഗ് പോയിന്റ്, രാജാവിന് ഉറക്കം വന്നില്ല. എസ്തർ വല്ലതും ചെയ്തോ? മൊർദെഖായി വല്ലതും ചെയ്തോ? ആരും ഒന്നും ചെയ്തില്ല. ദ നെക്സ്റ്റ് ഡേ മൊർദെഖായി വാസ് സപ്പോസ് ടു ബി കിൽഡ്. പക്ഷെ ദൈവത്തിനറിയാം ഈ പാത്തിലെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ദൈവത്തിനറിയാം. The critical points of this path God only knows. That is a pivotal times. അത് തിരിക്കണമെങ്കിൽ അറിയാവുന്ന ദൈവമാണ്. അന്ന് രാത്രി രാജാവിനോട് പറഞ്ഞു, നീ ഉറങ്ങണ്ട. ദൈവം ഇസ്രായേലിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, I am going to conclude here. God, the honor of his promise. ആ വാഗ്ദത്തം നമ്മുടേതല്ല, ആ വാഗ്ദത്തം അവൻ്റേതാണ്. അതിൻ്റെ ഓണർഷിപ്പ് ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നില്ല. തന്നാൽ we will be in trouble. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ. What do you mean by he owns the promise? He owns the purpose and the intent. He owns the timing and he owns the path. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച ശേഷം, പർപ്പസ് ഫുൾഫിൽ ചെയ്ത ശേഷം യോസേഫ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ബിഗ് പിക്ചർ ഒന്ന് കണ്ടു, അല്ലേ? ആ ബിഗ് പിക്ചർ ഒന്ന് കണ്ടിട്ട് യോസേഫ് പറഞ്ഞു, ദൈവമേ, I thank you Lord. നീ ഈ വാഗ്ദത്തം എനിക്ക് തന്നത് എന്നെ മന്ത്രിയാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു രാജ്യത്തെ മൊത്തം രക്ഷിക്കുവാനായിരുന്നു നിന്റെ പർപ്പസ്. താങ്ക് യു ഗോഡ് ഫോർ റിവീലിംഗ് ദ പർപ്പസ് ആൻഡ് ഇന്റന്റ് ഓഫ് ദ പ്രോമിസ്. ഒരു പക്ഷേ ആ ഒരു പ്രോമിസ്, പല പ്രോമിസുകളുടെയും വാഗ്ദത്ത നിവൃത്തിയുടെ ഇന്റന്റ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു പക്ഷേ ചിലതെല്ലാം വെളിപ്പെട്ടു വരുന്നത് നിത്യതയിലായിരിക്കും. നിത്യതയിൽ നമ്മൾ എത്തുമ്പോൾ, നമ്മളൊരു പാട്ട് പാടുന്നുണ്ടല്ലോ, ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കെന്ന് ഓർക്കുമ്പോൾ നമ്മൾ അവനെ പാടി സ്തുതിക്കുന്ന ഒരു ദിവസമുണ്ട്. That time we will rejoicingly say, Lord, thank you for owning the promise in my life. And still it is your promise. Let him own the content and the purpose. Let him own the timing. Let him own the path. What is our role? കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ചോദ്യം ചെയ്യാതെ നമുക്ക് അവൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പ്രോമിസ് ഫുൾഫിൽമെന്റ് ദൈവത്തിന് വിട്ടുകൊടുക്കാം. നമുക്കതിൻ്റെ പ്രത്യാശയിൽ സന്തോഷത്തോടു കൂടി ഇനി സംഭവിക്കാനിരിക്കുന്ന അൾട്ടിമേറ്റ് വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.